ഹലോ ഗായ്സ്, അപ്പോൾ അത്യാവശ്യമായിട്ടൊരു ചിരവ് മേടിക്കാനുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ നല്ല ചിരവ് തിരഞ്ഞ് വരുന്നതിനിടയിൽ ഒരു കട നമ്മുടെ കണ്ണിൽ പറ്റി കേട്ടോ. ചെറിയൊരു ഷോപ്പായിരുന്നു, പക്ഷെ നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. പെട്ടെന്ന് അട്രാക്റ്റ് ചെയ്യുന്നൊരു എന്തൊക്കെയോ സാധനങ്ങൾ. അപ്പോൾ നമ്മളവിടെ വണ്ടി നിർത്തിയിട്ട് ചിരവുണ്ടോ ചോദിച്ചപ്പോൾ അവരുണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ നോക്കിയപ്പോൾ നല്ല ചിരവാട്ടോ, മരത്തിൻ്റെയും തേക്ക് കൊണ്ടൊക്കെ പണി നല്ല മനോഹരമായിട്ടുള്ളൊരു ചിരവാട്ടോ. നല്ല രസമായി, എനിക്കത് ഇഷ്ടമായി. അപ്പോൾ അവിടെ ഒരുപാട് സാധനങ്ങൾ ഹാങ് ചെയ്ത് വെച്ചിട്ട് ചിരവ് ഒരു ഭാഗത്ത് മാറ്റി വെച്ചിട്ട് പിന്നെ ബാക്കിയുള്ള സാധനത്തിലായി കേട്ടോ കണ്ണ്. അങ്ങനെ ഓരോന്നായി കൃത്യമായിട്ട് ഇങ്ങനെ നോക്കുമായിരുന്നു കേട്ടോ. നല്ല രസമുണ്ടായിരുന്നു. ഇന്നത്തെ കാലത്ത് ഇങ്ങനത്തെ ഐറ്റംസ് ഒന്നും ഒരുപാട് കണ്ടിട്ടില്ല ഞാൻ, കാരണം ഒക്കെ സ്റ്റീലും അലുമിനിയത്തിൻ്റെ ഓരോന്നൊക്കെ അല്ലേ. പക്ഷെ അത് നല്ല രസമുണ്ട് കേട്ടോ, കാണാനും നന്നായിട്ടുണ്ട്. അതേപോലെ തന്നെ ഉപയോഗിക്കുമ്പോൾ നമുക്ക് യാതൊരു കേടും ഉണ്ടാവില്ല കേട്ടോ. അങ്ങനത്തെ മരത്തിൻ്റെയും ഈ തേക്ക് കൊണ്ട് ഉണ്ടാക്കിയതൊന്നും നമ്മൾ ഉപയോഗിക്കുമ്പോഴും നമ്മുടെ ശരീരത്തിന് ഒരുപാട് കേടും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല കേട്ടോ. അങ്ങനെ വെറൈറ്റി ആയിട്ടുള്ള ഒരുപാട് സാധനങ്ങൾ ഉണ്ടായിരുന്നു കേട്ടോ. ശരിക്കും ഇങ്ങനെയൊക്കെ എനിക്ക് ഭയങ്കര രസമാണ് ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കാൻ, ഇങ്ങനെ ആ ഷോപ്പ് നോക്കിക്കൊണ്ടിരുന്നത് ഒരു അമ്മയാണ് കേട്ടോ. അമ്മൻ്റെ അടുത്ത് കുറച്ച് നേരം ഇങ്ങനെ ഇരുന്ന് സംസാരിച്ചു. അപ്പോഴാണ് അമ്മ ഓരോ കാര്യങ്ങൾ പറയുന്നത് കേട്ടോ. അവൻ്റെ മകൻ രാവിലെ മുതൽ രാത്രി വരെ പണിയൊക്കെ ചെയ്ത് രാത്രി വീട്ടിൽ വന്നിട്ട് ഉണ്ടാക്കിയ സാധനങ്ങളാണ് ഇതൊക്കെയെന്ന് കേട്ടപ്പോൾ ഭയങ്കരമായിട്ട് കൗതുകം തോന്നി, അത്ഭുതം തോന്നി, സങ്കടം തോന്നി കേട്ടോ. എന്താ പറയുക, രാവിലെ മുതൽ വൈകുന്നേരം വരെ പണിയൊക്കെ ചെയ്തിട്ട് രാത്രി വന്നിട്ട് ഈ സാധനങ്ങളൊക്കെ ഉണ്ടാക്കുക എന്ന് പറയുമ്പോൾ അതൊരു വലിയൊരു കഴിവാണ്. പിന്നെ അത്രയും ബുദ്ധിമുട്ടുന്ന കാര്യമാണ്. അപ്പം എന്തായാലും എനിക്ക് ഭയങ്കര സന്തോഷവും സങ്കടവും അതേപോലെ കൗതുകമൊക്കെ തോന്നിയിട്ട്, പക്ഷെ നല്ല മനോഹരമായിട്ടുണ്ട് കേട്ടോ. അതൊക്കെ ഒരു കഴിവാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. ഈ ചിരട്ടക്കയിൽ കണ്ടപ്പോൾ ഞാൻ ഒരുപാടൊന്നും ഇത് കണ്ടിട്ടില്ല കേട്ടോ. എൻ്റെ കല്യാണം കഴിഞ്ഞതിന് ശേഷമാണ് സത്യമായിട്ട് ആദ്യമായിട്ട് ഞാൻ ചിരട്ടക്കയിലൊക്കെ കാണുന്നത് തന്നെ കേട്ടോ. അത് ഇന്നത്തെ വീട്ടിൽ ഒരുപാടൊന്നും ഇല്ലയെന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ നിങ്ങളുടെ വീട്ടിലുണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും കമൻറ്റിൽ അറിയിക്കണം കേട്ടോ. അതേപോലെ തന്നെ ബിരിയാണിയൊക്കെ വെക്കുമ്പോൾ ഇളക്കാൻ പറ്റുന്ന ഒരുപാട് കയ്യിലുകളൊക്കെ ഉണ്ട് കേട്ടോ. ഇതിപ്പോൾ ഞാൻ എടുത്തിരിക്കുന്നത് നമ്മുടെ തൊട്ടിലേക്ക് സ്പേസ് കൊടുക്കാൻ വേണ്ടിയിട്ട് കുട്ടികളുടെ തൊട്ടിലൊക്കെ ഇങ്ങനെ നടുവിൽ വെച്ച് കൊടുക്കുന്ന സംഭവമാണ് കേട്ടോ. ഇതൊക്കെ നല്ല മരത്തിൻ്റെ ആയതുകൊണ്ട് തന്നെ നല്ല രസമുണ്ട് കേട്ടോ കാണാൻ. പിന്നെ ഞാൻ ഇപ്പോൾ എടുത്ത സാധനം കണ്ടോ, അത് വെണ്ണയൊക്കെ കടയാൻ വേണ്ടിയിട്ട് എടുക്കുന്ന ഒരു സാധനമാണ് കേട്ടോ. അതെനിക്ക് ഭയങ്കരമായിട്ട് ഞാൻ ആദ്യമായിട്ട് ഇങ്ങനത്തെ ഒരു സാധനം കാണുന്നത്, നേരിട്ട് കാണണം കേട്ടോ. അത് കണ്ടപ്പോൾ എനിക്കൊന്ന് എടുത്തിട്ട് കടഞ്ഞു നോക്കണം തോന്നി കേട്ടോ. അപ്പോൾ നിങ്ങളുടെ വീട്ടിൽ ഇങ്ങനത്തെ ഉണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും കമൻറ്റിൽ അറിയിക്കണം. നിങ്ങൾ ഇതേപോലെ കടഞ്ഞിട്ടുണ്ടോ എന്നൊക്കെ പറയണം കേട്ടോ. എനിക്കത് കണ്ടപ്പോൾ ഭയങ്കരമായിട്ട് അങ്ങനെ ചെയ്യാൻ തോന്നി. അപ്പോൾ ഒന്ന് എടുത്ത് കാണിച്ചാണ് കേട്ടോ. നല്ല രസമുണ്ട് കാണാൻ. അങ്ങനെ അതൊക്കെ കുറച്ച് നേരം നോക്കി നിന്നിട്ട് പിന്നെ അതേപോലെ തന്നെ ഒരുപാട് തവികൾ കയ്യിലുകളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പം നമുക്ക് എണ്ണയിൽ നിന്ന് കോരി എടുക്കാൻ പറ്റുന്നതും അതൊക്കെ മരത്തിൽ നല്ല ഭംഗിയിൽ ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ ഒരുപാട് വാൽക്കണ്ണാടികളൊക്കെ കണ്ടു കേട്ടോ. പിന്നെ ചിരവുകൾ ഇഷ്ടംപോലെ വെറൈറ്റി ആയിട്ടുള്ളുണ്ട്. നമുക്ക് നിന്ന് ചിരവാൻ പറ്റുന്നതും ഇരുന്ന് ചിരവാൻ പറ്റുന്നതും ഒക്കെ ഉണ്ട് കേട്ടോ. അതേപോലെ തന്നെ ഞാൻ പറഞ്ഞില്ല, ഈ ചിരട്ടക്കയിൽ വലുത് മുതൽ ചെറിയതും വലുതും എല്ലാം ഉണ്ട് കേട്ടോ. ഒരുപാട് സൈസിൽ അവർ ചെയ്തു വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ ഈ മരത്തിൻ്റെ ഐറ്റംസിൻ്റെ ഇടയിൽ കുറച്ച് ഭംഗി കൂട്ടാനായിട്ട് കളർഫുള്ളായിട്ടുള്ള കുറേ കപ്പുകളും അതേപോലെ പേഞ്ചീർപ്പുകൾ പിന്നെ ഈരോലിയൊക്കെ ഉണ്ട് കേട്ടോ. അതൊക്കെ പണ്ട് കണ്ടിട്ടുള്ളതാണ്, ഇപ്പോൾ അത് കാണാറില്ല. പക്ഷെ ആ കടയിൽ ഉണ്ടായിരുന്നു കേട്ടോ. ഇത് പക്ഷേ കണ്ണാടി അല്ല, ഫ്രെയിം പോലത്തെ നമുക്ക് ഫോട്ടോ വെക്കാനും അതേപോലെ ഗ്ലാസ് വെക്കാനും ഒക്കെ പറ്റിയ നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെയുള്ള കുറച്ച് ഐറ്റംസ് ഇങ്ങനെ നോക്കി നിൽക്കുമ്പോഴാണ് രണ്ട് കൊമ്പന്മാരെ കണ്ടു കേട്ടോ. അതിനുള്ളിൽ പോയി ഞാനത് എടുത്തു കേട്ടോ. നല്ല രസമുള്ള രണ്ട് കുഞ്ഞാനകൾ ചെയ്തു വെച്ചിരിക്കും. ഇത് അവർ ചെയ്ത് തന്നെയാണ് കേട്ടോ. നമുക്ക് പറഞ്ഞു കഴിഞ്ഞാൽ അവർ ഇതേപോലെ നമുക്ക് ഇഷ്ടാനുസരണം എത്ര ഇതിൽ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതേപോലെ ചെയ്തു തരും കേട്ടോ. അങ്ങനെ നല്ല രണ്ട് കൊമ്പന്മാർ, നല്ല വെയിറ്റ് ഉണ്ടായിരുന്നു, അത്യാവശ്യം കാണാനും അതേപോലെ നല്ല ഭംഗി ഉണ്ടായിരുന്നു കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമായി ആ സംഭവം. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് നമ്മൾ അമ്മമ്മനോട് യാത്രയൊക്കെ പറഞ്ഞ് അപ്പോൾ ഇനി എന്തായാലും വരണം എന്നൊക്കെ പറഞ്ഞു കേട്ടോ. അപ്പോൾ ഇത്രയുള്ള ഇന്നത്തെ വീഡിയോ. അപ്പോൾ വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ടും ചെയ്യണം കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നവരേക്കും ബൈ.